ഹലോ, നമ്മളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് പഴനിക്കുള്ള അമൃത എക്സ്പ്രസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ട്രെയിൻ വരാറായിട്ടുണ്ട്. രാവിലെ 6 മണിയാകുമ്പോഴേക്കും നമ്മൾ പഴനിയിലെത്തും. എന്തായാലും ഇതൊരു ഗംഭീര യാത്രയായിരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ബൈ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു. അമ്മ പറയണ നമ്മളിന്ന് Amrita Express from Thiruvananthapuram to Madurai via Palakkad Palani coach position from engine first SLR come differently labeled coach, second general compartment, third X1, fourth X2, fifth X3. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പഴനിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി കയറി കിടന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ പഴനി എത്തിയപ്പോഴാണ് എണീറ്റത്. നമ്മൾ ഒരു AC കമ്പാർട്ട്മെന്റിലായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ആ ട്രെയിനിൽ വന്ന ആൾക്കാർ മുഴുവൻ ഇറങ്ങിയത് പഴനിയിലാണ്. ഇറങ്ങിയിട്ട് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു. നമ്മള് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പുന്നീസ് എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ തന്നെയാണ്. ഇവിടുന്ന് അമ്പലം വളരെ അടുത്താണ് കേട്ടോ. ഒരു 10 മിനിറ്റ് നടക്കണ്ട അമ്പലത്തിലേക്ക്, അത്രയും അടുത്താണ്. ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റൂമിനകത്ത് കയറി. അത്യാവശ്യം നല്ലൊരു റൂം തന്നെയായിരുന്നു കേട്ടോ. അച്ചു അവിടെ കൊച്ചു TV എന്തോ കാണുന്നുണ്ട്. അവൻ അതിൽ ലയിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഇപ്പൊ തന്നെ സമയം ഒരു 8 മണിക്കായിട്ടുണ്ടാവും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് ഫ്രഷപ്പ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നല്ലൊരു ഹോട്ടൽ തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. കുറേ അന്വേഷിച്ചിട്ടാണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ കണ്ടത്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ശ്രീ ഗണേശ എന്നാണ് പേര്. അപ്പോൾ നമ്മൾ അകത്ത് പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ ശ്രീ ഗണേശ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ കഴിക്കാൻ പോണത് സാമ്പാർ സാദാണ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്. ഏട്ടൻ എന്തോ ഭൂരി മസാലയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. നല്ല ഒത്തൻറ്റിക് ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാർ സാദത്തിൽ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പഴനിയിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഗുഡ് ചോയ്സ് ആണ് കേട്ടോ. ഈ ഹോട്ടൽ നല്ല ഫുഡ് കിട്ടും. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അങ്ങ് ദൂരെ നമുക്ക് പഴനിമല കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വ്ളോഗ്സ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മിനി വ്ളോഗ്സ് ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ട് മല കയറാനുള്ള പോക്കാണ് കേട്ടോ. ഷഷ്ടി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ധാരാളം ആൾക്കാരുണ്ട്.
അങ്ങനെ ഞങ്ങൾ പഴനിമല കയറി ഭഗവാനെ തൊഴുത് ഇറങ്ങി കേട്ടോ. കയറാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇറങ്ങിയപ്പോൾ ടയേർഡായിട്ടുണ്ടായിരുന്നു, മുട്ട് വേദന ഭയങ്കരമായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ കൊടൈക്കനാൽ പോകാമെന്ന് വിചാരിച്ചു. 2 ദിവസമാണ് നമ്മൾ പഴനിയിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ടാക്സി പിടിച്ചിട്ട് നമ്മൾ കൊടൈക്കനാൽ പോവാണ് കേട്ടോ. നാട്ടിലത്തെക്കാട്ടിലും നല്ല പച്ചപ്പും തെങ്ങും തോപ്പുകളും മരങ്ങളും ഒക്കെ 2 സൈഡിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് പഴനിമല കാണുന്നുണ്ട്. ഇവിടെ ഭയങ്കര ചൂടാട്ടോ. റോഡിന്റെ 2 സൈഡിലും കണ്ടോ ധാരാളം മരങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മള് കൊടൈക്കനാൽ അടുക്കാറായിട്ടുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ മലമുകളില് ചെറുതായിട്ട് കോടമഞ്ഞ് കാണാനുണ്ട്. ഞങ്ങൾ ആദ്യം പോയത് ഒരു ഗാർഡനിലേക്കാണ് കേട്ടോ. ഇവിടെ ധാരാളം പൂക്കളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കോളേജ് പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട്. അന്നത്തെ ഒരു ഭംഗി ഇപ്പം ഇല്ലാത്ത പോലെ തോന്നുന്നു. ചിലപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം. മഞ്ഞുണ്ട്, ചെറുതായിട്ടൊരു തണുപ്പുണ്ട്, എന്നാലും വല്ലാണ്ട് ഒരു മഞ്ഞെന്ന് പറയാനില്ല. യാത്രയിലുടനീളം ഹെയർ പിന്നൊക്കെ കയറുമ്പോൾ നല്ല ഛർദിയായിരുന്നു കേട്ടോ. സാമ്പാർ സാദം നല്ല പണി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഭാഗത്ത് ഇരിപ്പായി. ഞാനും മോനും ഛർദിച്ച് വഷളായി. കുറച്ചേരം കഴിഞ്ഞപ്പോൾ അവനെ എടുത്ത് കിടക്കേണ്ടി വന്നു. അങ്ങനെ പോകുന്ന അത്രയ്ക്ക് ഉഷാറ് ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല. ക്ഷീണിച്ച് ആകെ വശം കെട്ടു. എന്നാലും നമ്മൾ ഇത്ര പൈസ ചിലവാക്കി വന്നല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ കാണുകയാണ് തീരെ. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിലെ റോസ് ഗാർഡൻ ഒക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ അടുത്ത് അതാ ഒരു കുട്ടിക്കുരങ്ങിനിരിക്കുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സ്പോട്ടിലെത്തി. ഇത് ഏതാണ് സ്ഥലം എന്നുള്ളത് പേര് ഞാൻ മറന്നു. എന്തായാലും കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും കൊടൈക്കനാൽ സൂപ്പറാണ് കേട്ടോ. നമുക്ക് എത്ര കണ്ടാലും മടുക്കില്ല കേട്ടോ ഈ സുന്ദരമായ പ്രകൃതി. കൊടൈക്കനാൽ ഞാനിതൊരു 3ാമത്തെ വട്ടമാണ് വരുന്നത്. ആദ്യം വന്നത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ് കേട്ട അറിവാണ്. ഞാൻ ജനിച്ചപ്പോൾ തല മൊട്ടടിക്കാനായിട്ട് പഴനിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഓർമ്മയിലില്ല. പിന്നെ വന്നത് കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു. കോളേജിൽ NCC ഒരു ഫ്രീ ടൂർ ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. അതെൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് നല്ല അടിപൊളിയായിരുന്നു. പഴനിമലയിലെ രാത്രികാല കാഴ്ചകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഒക്കെ കാവടി എടുത്തിട്ട് ആടുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു. Bye, Parani. Yes. Bye bye, Parani. ഹലോ, ഇത് നമ്മുടെ പഴനി വ്ളോഗിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. തിരിച്ചു പോവാണ് തൃശ്ശൂർക്ക്. 6 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ ട്രെയിൻ വരുന്നേക്കാളും മുമ്പ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റെഡി ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ലാസ്റ്റായിട്ട് അങ്ങ് ദൂരെ പഴനിമല കാണുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കൂടി എടുത്തിട്ട് നമ്മൾ ട്രെയിനിൽ കയറുകയാണ്. അപ്പോൾ ബൈ ബൈ പഴനി.